ഹലോ ഓൾ, എല്ലാവർക്കും ഐജൻ ഇന്നോവേഷനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 555 ടൈമർ ഉപയോഗിച്ച് ഒരു അലാറം സർക്യൂട്ട് തിങ്കർകാഡിലൂടെ എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം. ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സൈൻ ഇൻ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സർക്യൂട്ട്സ് ഒക്കെ സേവ് ആകുകയുള്ളൂ. ദെൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3D ഡിസൈൻ സർക്യൂട്ട്സ് എന്നിങ്ങനെ ഓപ്ഷനിലെ സർക്യൂട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ന്യൂ സർക്യൂട്ട് എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ന്യൂ വിൻഡോ തെളിഞ്ഞു വരും. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്നത്. ഈ പ്രോജക്റ്റിന് ഒരു നെയിം അസൈൻ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ റെയിൻ അലാറം സിസ്റ്റം എന്നാണ് നെയിം കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കോമ്പോണൻറ്റ്സ് ചുവടെ കാണുന്ന സെർച്ച് ബോക്സിൽ സെർച്ച് ചെയ്ത് വർക്ക് ഏരിയയിൽ വയ്ക്കണം. ആദ്യം ഒരു ബ്രെഡ് ബോർഡ് സെർച്ച് ചെയ്ത് വർക്ക് ഏരിയയിൽ വയ്ക്കുക. ദെൻ നെക്സ്റ്റ് 555 ടൈമർ സെർച്ച് ചെയ്ത് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യണം. ശേഷം സെർച്ച് ബോക്സിൽ NPN ട്രാൻസിസ്റ്റർ സെർച്ച് ചെയ്ത് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യണം. ദെൻ ഒരു കപ്പാസിറ്ററും ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുക. ദെൻ 5 റെസിസ്റ്റർ ആവശ്യമുണ്ട്. അതും സെലക്ട് ചെയ്ത് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യണം. ശേഷം റെയിൻ ഡിറ്റക്റ്റ് ആയി എന്ന അലാമിന് വേണ്ടിയിട്ട് ഒരു ബസർ സെലക്ട് ചെയ്ത് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യണം. ശേഷം സർക്യൂട്ടിലെ പവറിന് വേണ്ടിയിട്ട് ഒരു 9 വോൾട്ട് ബാറ്ററി സെർച്ച് ബോക്സിൽ സെർച്ച് ചെയ്ത് വർക്ക് ഏരിയയിൽ വയ്ക്കുക. ദെൻ ഒരു സ്വിച്ച് കണക്ട് ചെയ്യുക. ഇത് റെയിൻ ഡിറ്റക്റ്റ് ചെയ്തു എന്ന മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ്. ദെൻ റെസിസ്റ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ റെസിസ്റ്ററിനെ 100 കിലോ ഓം എന്നും രണ്ടാമത്തെ റെസിസ്റ്ററിനും സെയിം 100 കിലോ ഓം എന്നും ചേഞ്ച് ചെയ്യുക. ദെൻ മൂന്നാമത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ 4.7 കിലോ ഓം എന്നും ചേഞ്ച് ചെയ്യണം. ദെൻ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് വയർ സെലക്ട് ചെയ്ത് 9 വോൾട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും ബ്രെഡ് ബോർഡിൻ്റെ കോമൺ നെഗറ്റീവിലോട്ടൊരു കണക്ഷൻ കൊടുക്കുക. ദെൻ ഒരു റെഡ് വയർ സെലക്ട് ചെയ്ത് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും ബ്രെഡ് ബോർഡിൻ്റെ കോമൺ പോസിറ്റീവിലോട്ടൊരു കണക്ഷൻ കൊടുക്കണം. സർക്യൂട്ട് കണക്ഷൻ പൂർത്തിയായിട്ടുണ്ട്. ദെൻ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് സിമുലേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് അറിയാൻ സാധിക്കൂ. മഴ ഉണ്ടാകുമ്പോഴെല്ലാം ഈ സെൻസറിൽ മഴത്തുള്ളികൾ വീഴുന്നു. റെയിൻ സെൻസറിലെ വെള്ളം പോയിന്റ് A, പോയിന്റ് B എന്നതാണ്. ഇതിലെ പോയിന്റ് Aയും Bയും അടിസ്ഥാനമാക്കി പ്രതിരോധം എന്ന് വെച്ചാൽ റെസിസ്റ്റർ Rലൂടെ ഒഴുകുന്ന കറണ്ട് ട്രാൻസിസ്റ്ററിലെ പോസിറ്റീവ് വോൾട്ടേജായി പ്രയോഗിക്കപ്പെടും. ഇതിലെ ബേസിലെ വോൾട്ടേജ് കാരണം ട്രാൻസിസ്റ്റർ ഓൺ സ്റ്റേജിലോട്ട് മാറുന്നു. ഈ ട്രാൻസിസ്റ്റർ തുടക്കത്തിൽ ഓഫ് സ്റ്റേജിലായിരുന്നു. ഇപ്പോൾ 555 ടൈമറിലെ പിൻ 4 റീസെറ്റ് ചെയ്യും. ഒരു പോസിറ്റീവ് വോൾട്ടേജ് ലഭിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ഈ 555 ടൈമർ IC ഓണാകുകയും ബസർ അലർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഒരു റെയിൻ അലർട്ട് സർക്യൂട്ട് തിങ്കർകാഡിലൂടെ ഡിസൈൻ ചെയ്യാവുന്നതാണ്.